ഹലോ, ഇന്ന് നമുക്ക് ഒരു ഹൽവ ഉണ്ടാക്കി നോക്കിയാലോ? നമ്മൾ വീട്ടിലുള്ളത് വെച്ച് നമുക്കൊരു ഹൽവ ഉണ്ടാക്കാം കേട്ടോ. ആദ്യം അതിന് വേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്ത് വെക്കണം, കുറച്ച് പിസ്ത, കുറച്ച് കിസ്മിസ് ശരിക്കും കറുത്ത കിസ്മിസാണ് നല്ലത്. എൻ്റെ അടുത്ത് അതില്ലായിരുന്നു. നമ്മൾ സാധാ ചുമന്ന കിസ്മിസ് കേട്ടോ. എന്നിട്ട് ഒരു ബൗളിൽ 1 കപ്പ് കോൺഫ്ലവർ പൊടി എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് മൈദ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. മൈദ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മളൊന്ന് കലക്കി വെക്കുക കേട്ടോ. എന്നിട്ടൊരു പാൻ എടുത്ത് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ കലക്കി വെച്ച മാവ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ വേഗം കട്ട പിടിക്കും കേട്ടോ. കുറച്ച് മൈദയായിട്ടേ ഞാൻ ചേർത്തിട്ടുള്ളൂ. വേണമെങ്കിൽ നമുക്ക് 1/2 കപ്പുള്ളത് 1 കപ്പ് എടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അതിലേക്ക് ഞാനിവിടെ യെല്ലോ കളർ കേട്ടോ, ഫുഡ് കളറ് യെല്ലോ കളറാണ്. വേണമെങ്കിൽ നമുക്ക് ഓറഞ്ചോ റെഡോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കട്ടെ, ഗ്രീനോ. ഞാൻ യെല്ലോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ കുറച്ച് ഓരോ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നല്ലോണം ഇളക്കുക. എന്നിട്ട് ഓരോ സ്പൂണ് ഒരു 4-5 സ്പൂണ് വേണ്ടി വരും. ഇനിയിപ്പോൾ നെയ്യ് വേണ്ടെങ്കിൽ വെളിച്ചെണ്ണ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ നമുക്ക് ഉപയോഗിക്കാം, നെയ്യിൻ്റെ ചൊവ്വ ഇഷ്ടമില്ലാത്തവർക്ക്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യട്ടെ. കുറച്ചൊരു കുഴമ്പ് രൂപത്തിലാവണേ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് പഞ്ചസാര ഏലക്ക പൊടിച്ച് വെച്ചിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് പൊടിച്ച് വെച്ച്. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ലാസ്റ്റ് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച കിസ്മിസും കാഷ്യൂനട്ടും പിസ്ത ഉണ്ടായിരുന്നു കേട്ടോ, ബദാമല്ല പിസ്ത ഉണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുത്ത് മാറ്റി വയ്ക്കുക കേട്ടോ. നമ്മൾ സെറ്റാക്കുന്ന പാത്രത്തിൻ്റെ ഉള്ളിൽ ഫുള്ളും നെയ്യ് തേക്കുക കേട്ടോ. നെയ്യ് ഒന്ന് തടവി കൊടുത്ത് കുറച്ച് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച കിസ്മിസും കാഷ്യൂനട്ടും പിസ്ത ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുക. ചൂട് കൊടുക്കണം, ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും കേട്ടോ. നല്ലോണം സെറ്റായതിന് ശേഷം, തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. എനിക്കിവിടെ അതിനുള്ള സമയം കിട്ടിയില്ല. എൻ്റെ മോനെന്നെ എടുത്ത് കൊണ്ടുവന്നു. അവന് പെട്ടെന്ന് അർജൻറ്റായിരുന്നു, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. താങ്ക് യു.